നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം രാജീവേട്ട. നമസ്കാരം രാജീവേട്ട, ഈ ആധുനിക കേരളത്തിൻ്റെ ശില്പികളിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ് ആഗമാനന്ദ സ്വാമി. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായ ശ്രീ പി ഗോവിന്ദപിള്ള സാർ, യശശരീരനായ പി ഗോവിന്ദപിള്ള സാറ്, അതുപോലെ RSS സൈദ്ധാന്തികനായ യശശരീരനായ ശ്രീ പി പരമേശ്വരൻ, പരമേശ്വർജി എന്നറിയപ്പെടുന്ന പി പരമേശ്വരൻ, ഈ രണ്ടുപേരും ഒരേ കാലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇവർ തന്നെ അതിനെക്കുറിച്ച് ചില അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചത് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ആചാര്യൻ്റെ മാതാപിതാക്കളുടെ ഗുരുസ്ഥാനം വഹിച്ചിരുന്ന ആളും കൂടിയാണ് ആഗമാനന്ദ സ്വാമി. ആ നിലയ്ക്ക് അദ്ദേഹം എനിക്കും ഗുരുവാണ്, എൻ്റെ ഗുരു പരമ്പരയിൽ പെട്ടയാളാണ് അദ്ദേഹം. ആഗമാനന്ദ സ്വാമി കേരളത്തിൽ ഒരുപാട് ഈ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തയാളാണ്, ചെയ്ത് വിജയിച്ചയാളാണ്. അനേകം ഗൃഹസ്ഥ ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമ്മളിന്ന് കാണുന്ന ഈ കേരളത്തിന് ഒരു പരിധി വരെ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ വലിയ പങ്ക് വഹിച്ച ആളാണ്. ഒരു പക്ഷേ ചട്ടമ്പിസ്വാമി, ഗുരുദേവൻ, അയ്യാ ഗുരു, അങ്ങനെയൊക്കെ അയ്യാ വൈകുണ്ഠനാഥരിൽ തുടങ്ങി മഹാത്മാ അയ്യങ്കാളിയിലൂടെ സഞ്ചരിച്ചു പോയ ആ നവോത്ഥാനത്തിൽ ഈ കഴിഞ്ഞ ഒരു 50-60 വർഷം മുമ്പ് വരെയുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ ആഗമാനന്ദ സ്വാമി വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ജയന്തി കൂടിയാണ് വരാൻ പോകുന്നത്. നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ആഗമാനന്ദ സ്വാമിയുടെ ചരിത്രം ഒന്ന് സംക്ഷിപ്തമായിട്ടെങ്കിലും വിവരിച്ചാൽ നല്ലതായിരുന്നു. ശ്രീമദ് ആഗമാനന്ദ സ്വാമികളുടെ ഏറ്റവും വലിയ സംഭാവന ഏതെന്ന് ചോദിച്ചാൽ ശ്രീശങ്കര ജന്മഭൂമിയായ കാലടിയുടെ ഔന്നത്യം വീണ്ടെടുത്തു. 1928 അദ്ദേഹം കേരളത്തിൽ നിന്നും കാശിയിലേക്ക് പോയി. ഇനി കേരളത്തിലേക്കില്ല എന്നുള്ള രീതിയിലാണ്. അതിനു മുമ്പ് അദ്ദേഹം ശ്രീരാമകൃഷ്ണ സംഘാംഗമായി രാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനായ, അന്തരംഗ ശിഷ്യനായ നിർമ്മലാനന്ദ സ്വാമികളിൽ നിന്നാണ് സന്യാസം സ്വീകരിച്ച് അദ്ദേഹം പോകുന്നത്. അവിടെ കാശിയിലെത്തി ഉപരിപഠനം നടത്തുമ്പോൾ, വേദാന്ത ശാസ്ത്രങ്ങൾ ഉപരിപഠനം നടത്തുമ്പോൾ അദ്ദേഹത്തിനോട് പലരും ചോദിച്ചു, ശ്രീശങ്കരൻ്റെ ജന്മഭൂമി കാലടിയാണ് എങ്കിൽ മലയാളികളായ നിങ്ങൾ ശങ്കരാചാര്യർക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒരു വലിയ ചോദ്യമാണ്. ആ ഒരു ചോദ്യമാണ് അദ്ദേഹത്തെ വീണ്ടും കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ആഗമാനന്ദ സ്വാമികളുടെ ജീവിതത്തിൽ ഒരു നിർണായക സംഭവമാണ് ഈ ചോദ്യം. പിന്നീട് അദ്ദേഹം വേണ്ടി എന്ത് ചെയ്തു? 1935 കാശിയിൽ നിന്നും ബേലൂർ മഠമൊക്കെ സന്ദർശിച്ച് എത്തുന്നു. തിരിച്ചു അതും ഒരു വൈക്കത്തഷ്ടമി നാളിൽ വൈക്കം ക്ഷേത്രത്തിലാണ് എത്തുന്നത്. അപ്പോൾ അവിടെ സ്വാമി നേരത്തെ വരുന്നു എന്ന് അവിടുത്തെ ദേവസ്വം ഓഫീസർക്ക് വിവരം കിട്ടിയപ്പോൾ ഒരു ചെറിയൊരു പ്രഭാഷണം സംഘടിപ്പിച്ചു. വാസ്തവത്തിൽ ഈ ക്ഷേത്രങ്ങളിൽ അധ്യാത്മ പ്രഭാഷണം അതിൻ്റെ തുടർച്ച ആ ദിവസമാണ്. അന്നാണ് അതിന് തുടക്കം കുറിക്കുന്നത്. അതെ, അതുവരെ ഇടക്കാലത്ത് എന്താണ്, കാത് കേൾക്കാത്ത ദൈവങ്ങളെ, കണ്ണ് കാണാത്ത ദൈവങ്ങളെ എന്നുള്ള പാട്ടുകളും കഥാപ്രസംഗങ്ങളുമായിരുന്നു ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച്. ക്ഷേത്രോത്സവങ്ങളോടനുബന്ധിച്ച് അധ്യാത്മ പ്രഭാഷണം എന്ന് തുടങ്ങി. അത് തുടങ്ങിയത് ആര്? ആദ്യം ഞാൻ പറഞ്ഞു, ശങ്കര ജന്മഭൂമിയുടെ ഔന്നത്യത്തെ വീണ്ടെടുത്തു. പിന്നെ അതിനോടനുബന്ധിച്ച് അദ്ദേഹം കാലടിയിൽ 1936 ശങ്കര ജയന്തി ദിവസമാണ് തറക്കല്ലിടുന്നത്. അന്ന് ആ കാലടിയിലെ അദ്വൈതാശ്രമം, പിന്നെ 1941 അത് ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമം ആയിട്ട് മാറ്റുന്നത്. സ്വാമി ഇത് ആരംഭിക്കുമ്പോൾ ബേലൂർ മഠത്തിൻ്റെ സപ്പോർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ആരോട് ചോദിച്ചിട്ടാണ് ഇത് ചെയ്ത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ആഗമാനന്ദ സ്വാമികളായാലും ബ്രഹ്മാനന്ദ ശിവയോഗിയാലും അദ്ദേഹത്തിൻ്റെ ഗുരു വാഗ്ഭടാനന്ദനായാലും ഇവരൊന്നും ഒരു തരത്തിലുള്ള അനുരഞ്ജനത്തിൻ്റെ ആൾക്കാരായിരുന്നില്ല. കോംപ്രമൈസ് ഒട്ടും ഇല്ലായിരുന്നു. കാര്യം അവരുടെ ആശയാദർശങ്ങൾ, അതിനു വേണ്ടി ഒരു നിലപാടെടുത്താൽ നിലപാടാണ്, അതിൽ വിട്ടുവീഴ്ചയൊന്നുമില്ല.
ഇതിപ്പോൾ ആഗമാനന്ദ സ്വാമികളുടെ കാലത്തിൽ പറഞ്ഞാൽ 1896 ഓഗസ്റ്റ് 27 അതായത് ചിങ്ങമാസത്തിലെ രേവതി നാളിലാണ് ജനിക്കുന്നത്. അതും ചവറയ്ക്കടുത്ത പന്മനയിൽ വലിയൊരു നമ്പ്യാതിരി കുടുംബത്തിൽ കഴിഞ്ഞു. വലിയ സമ്പന്നമായ ഒരു കുടുംബം. പക്ഷെ വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം ആസ്തികനായിരുന്നു. അദ്ദേഹം ആദ്യം ആകർഷിക്കപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആനന്ദമതത്തിലേക്കാണ്. പിന്നീട് അദ്ദേഹം മദ്രാസ് പ്രസിഡൻസി കോളേജിൽ സംസ്കൃതത്തിന് ചേർന്നപ്പോഴാണ് അന്ന് മൈലാപ്പൂർ ശ്രീരാമകൃഷ്ണ മഠവുമായി ബന്ധപ്പെടുന്നത്. തമിഴ്നാട്ടിൽ മദ്രാസിൽ. അതെ. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ സതീർത്ഥന്മാരായിരുന്നു അവിനാശലിംഗം, പിന്നീട് മദ്രാസിൽ വിദ്യാഭ്യാസ മന്ത്രിയാക്കി. അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു സി സുബ്രഹ്മണ്യം, മഹാരാഷ്ട്ര ഗവർണർ, വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആയിരുന്ന അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ടുള്ള സൗഹൃദം. ഇവരൊക്കെയാണ് മൈലാപ്പൂർ മഠത്തിലെ സന്ദർശകരായിരുന്നത്. അങ്ങനെ അന്ന് അവിടെ ബ്രഹ്മാനന്ദ സ്വാമികൾ വരുന്നു, രാമകൃഷ്ണാനന്ദ സ്വാമികളുടെ സാന്നിധ്യം. അങ്ങനെ അദ്ദേഹം ഒരു അടിയുറച്ച ശ്രീരാമകൃഷ്ണ ഭക്തനാവുകയും 1928 നിർമ്മലാനന്ദ സ്വാമികളിൽ നിന്നും സന്യാസ ദീക്ഷ സ്വീകരിച്ചു. അതിനു മുമ്പ് അദ്ദേഹം കേരളത്തിൻ്റെ പല ഭാഗത്തും, ഉദാഹരണത്തിന് തലശ്ശേരി, പാലയാട് എന്ന് പറയുന്ന സ്ഥലത്തൊരു ശ്രീരാമകൃഷ്ണാശ്രമം ബ്രഹ്മചാരിയായിരിക്കുമ്പോൾ എടുത്തിരുന്നു. അത് ശേഷം പുതുക്കാട് രാമകൃഷ്ണാശ്രമത്തിലേക്ക് വന്നു, തൃശ്ശൂർ. അവിടെ വെച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുന്നുണ്ട്. ജോൺ ശങ്കരവാര്യർ എന്ന് പറയുന്ന ഒരാളെ വീണ്ടും മതം മാറ്റി ശങ്കരവാര്യരാക്കുന്നുണ്ട്. ഇത് സാക്ഷാൽ ഇവിടെ ഇപ്പം ആര്യസമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കേരളത്തിൽ വളരെ വിപുലമാണ്. കേരളത്തിൽ ആദ്യമായി പുനഃപരിവർത്തനം നടത്തിയത് നിർമ്മലാനന്ദ സ്വാമികളാണ്. നമ്മളിന്ന് പറയുന്ന ഈ ഘർ വാപ്പസി എന്ന് പറയുന്നത് നിർമ്മലാനന്ദ സ്വാമിയാണ്. അന്ന് കൃഷ്ണൻ നമ്പ്യാതിരി, ആഗമാനന്ദ സ്വാമിയുടെ പേര് കൃഷ്ണൻ നമ്പ്യാതിരിയാണ് പൂജ ചെയ്തത്. അതും ഒരു ഇസ്ലാം മതത്തിലേക്ക് മാറിപ്പോയി ഒരാളെ തിരിച്ചു കൊണ്ടുവന്നു. ഇന്ന് കാലമൊക്കെ മാറി. ഇന്ന് എത്ര പേര് ഇസ്ലാം ആയാലും ക്രൈസ്തവ മതം ആയാലും അതിൽ നിന്നും തിരിച്ചു വരാൻ ഒരുപാട് പേരുണ്ട്. പക്ഷേ എത്ര പേര് മതം മാറ്റി ഉൾക്കൊള്ളാൻ കേരളത്തിൽ ഇന്നത്തെ അവസ്ഥയിൽ എത്ര പേര് തയ്യാറാവും? അതൊരു ചോദ്യമാണ്. ഇന്ന് ഈ പറയുന്ന പോലെ ഹിന്ദുത്വത്തിൻ്റെ അങ്ങേയറ്റത്താണ് കേരളം. ഞങ്ങൾക്ക് എന്തും ചെയ്യാം എന്ന് പറയാം. പക്ഷേ മതം മാറി വരാൻ കഴിയുന്ന എത്ര പേർക്ക്? മറ്റേ ഇതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടെന്ന് വെച്ചിട്ട് മാറുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, അധികാരമൊന്നും വേണ്ട. സനാതനധർമ്മത്തിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കി ഞങ്ങൾ തിരിച്ചു വരുന്നു. അവർ ഉൾക്കൊള്ളാൻ എത്ര പേരുണ്ട്? ഇത് ആഗമാനന്ദ സ്വാമിയുടെയും നിർമ്മലാനന്ദ സ്വാമിയുടെയും ഒക്കെ ജീവചരിത്രം പഠിക്കുമ്പോൾ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലേക്ക് കാലടിയിലെ രാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചപ്പോൾ അതിനോടൊപ്പം അദ്ദേഹം തുടർന്നത് ഒരു ഹോസ്റ്റൽ, കേരളത്തിലെ ആദ്യത്തെ ഹരിജന ഗിരിജന ഹോസ്റ്റലാണ്. അത് ശരി. അങ്ങനൊരു ശരിക്കും നവോത്ഥാനത്തിൻ്റെ ഒരു 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 ഉത്തമ ഉദാഹരണമായിരുന്നു, മാതൃകയായിരുന്നു. പ്രൊഫസർ എസ് ഗുപ്തൻ നായർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ മനസാ സ്മരാമിയിൽ സ്മരിക്കുന്നുണ്ട്. എൻ്റെ കൂടെ MA പഠിച്ച അയ്യപ്പൻ എന്ന അവർണ ബാലൻ രോഗാതുരനായപ്പോൾ മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് അയ്യപ്പനെ ശുശ്രൂഷിക്കുന്ന ആഗമാനന്ദ സ്വാമികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഗുപ്തൻ നായർ സാറാണ് എഴുതുന്നത്. അപ്പം ഇവിടെ അദ്വൈതം ഈ നാട്ടിലെ പ്രചുര പ്രചാരമാണ്, അതാണ് ഇതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, പക്ഷേ ശങ്കരാചാര്യരുടെ അദ്വൈതത്തിൽ നിന്നും സ്വാമി വിവേകാനന്ദൻ്റെ പ്രായോഗിക വേദാന്തത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാറ്റമാണ് ആഗമാനന്ദ സ്വാമികളിലൂടെ കണ്ടത്. സ്നേഹാർദ്രമായ സഹാനുഭൂതിയാണ് എൻ്റെ മതം. സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ, നാരായണ ഗുരുവാണ് പാടിയത്. പക്ഷേ ഈ അനുകമ്പ
വേദാന്തികളെന്ന് പറയുന്നവരിൽ നമ്മൾ കാണുന്നുണ്ടോ? അത് പ്രായോഗികമായി ജീവിച്ച് കാണിച്ചു തന്ന ഒരാളാണ് ആഗമാനന്ദ സ്വാമി. സ്വാമി ഒരു ദിവസം അദ്ദേഹം ശിവഗിരിയിൽ ചെന്നു, ആഗമാനന്ദ സ്വാമി. എന്നിട്ടൊരു ഫോട്ടോ കാട്ടിക്കൊടുത്തിട്ട് ചോദിച്ചു, ഇദ്ദേഹത്തെ അങ്ങ് കണ്ടിട്ടുണ്ടോ? അപ്പം നാരായണഗുരു പറഞ്ഞു, ഈ ചിത്രം ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ കലിയുഗത്തിൽ ബ്രഹ്മത്തിനൊരു രൂപമുണ്ടാകുമെങ്കിൽ അത് ഇതാണ്. രാമകൃഷ്ണ പരമഹംസരുടെ ചിത്രമായിരുന്നു അത്. അപ്പോൾ രാമകൃഷ്ണ വിവേകാനന്ദന്മാരുടെ ആദർശം എന്താണ് എന്ന ആഗമാനന്ദ സ്വാമികളിലൂടെ, അദ്ദേഹത്തിൻ്റെ ഗുരുവായ നിർമ്മലാനന്ദ സ്വാമികളിലൂടെ കേരളം കണ്ടിരുന്നു. 100 വർഷം കഴിയുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? അർത്ഥം അനർത്ഥം നിത്യം ഭാവയാമി എന്നോ വിവേക ചൂടാമണിയിൽ പറയുന്നുണ്ട്. അതെ, അർത്ഥം അനർത്ഥം അനർത്ഥമായി എന്നാണ് ഇവരൊക്കെ വിവേക ചൂടാമണി ശ്ലോകമൊക്കെ ചെല്ലുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും വേണ്ടത് എന്താണ്? ഇന്ന് നമ്മൾ ആലോചിക്കേണ്ട അന്നത്തെ കാലഘട്ടം, ഇന്നത്തെ കാലഘട്ടമല്ല. കാലടിയിൽ രാമകൃഷ്ണ ആശ്രമം, അദ്വൈതാശ്രമം രാമകൃഷ്ണ ആശ്രമമായി സ്ഥാപിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ പ്രവർത്തിക്കാൻ വേണ്ടി എന്ത് റിസോഴ്സസ് ഉണ്ട്. 1935 കാലമാണ്. KPG നമ്പൂരിപ്പാട് എന്ന് പറയുന്ന ഒരാൾ ആഗമാനന്ദ സ്വാമികൾക്കൊരു കത്തെഴുതി, അങ്ങ് അവിടെ ഒരു സ്കൂള് തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു, പേര് ബ്രഹ്മാനന്ദോദയം സ്കൂള്. ഞാൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലൊക്കെ പ്രവർത്തിച്ച് ഇപ്പോൾ വീട് തറവാടായിരിക്കുക, ഇല്ലത്ത് പട്ടിണി മാത്രമാണ്. ഞാൻ മലയാളം വിദ്വാൻ, കുറച്ച് സംസ്കൃതം അറിയാം, എനിക്കൊരു ജോലി തന്നാൽ ഉപകാരമായിരിക്കും. അപ്പോൾ ആഗമാനന്ദ സ്വാമികൾ ഒരു കത്തയച്ചു, നിങ്ങൾ കമ്മ്യൂണിസ്റ്റാണോ അല്ലയോ എന്നുള്ളതല്ല എൻ്റെ നിലപാട്. നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയുമോ? നിങ്ങൾ നല്ലൊരു അധ്യാപകനാണോ? എങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ജോലി തന്നിരിക്കും. അപ്പോൾ രണ്ടാമത്തെ കത്ത് KPG നമ്പൂരിപ്പാട് അയച്ചു, കാലടിയിൽ എവിടെയാണ് ഇത്? അപ്പം അദ്ദേഹം കത്തയച്ചു, നിങ്ങൾ ആശ്രമം ഏതെന്ന് ചോദിക്കരുത്, കാലടിയിൽ എത്തിയാൽ അവിടുത്തെ കള്ള് ഷാപ്പ് എവിടെയാണെന്ന് അന്വേഷിക്കണം. ആ കള്ള് ഷാപ്പ് എൻ്റെ വഴിയിൽ കൂടെ കുറച്ചും കൂടി മുന്നോട്ട് വന്ന ആശ്രമം കാണാം. അന്നത്തെ അവസ്ഥയാണ്. G. ശങ്കരക്കുറുപ്പ് എഴുതിയിട്ടുണ്ട്, ശങ്കരാചാര്യരുടെ കാലടി, അദ്വൈതത്തെ ആശ്രയിതു ഹിമാചലം പ്രചരിപ്പിച്ച കാലടി. നായത്തോട് ഞാൻ വീട് വെച്ച് താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ കാലടിയിൽ പോയി കഴിഞ്ഞിട്ട് കുറേ കാളവണ്ടികളുടെ ശബ്ദവും പിന്നെ പന്നികളുടെ കാഷ്ടം കൊണ്ട് നിറഞ്ഞ കാലടി. ഈ കാലടിയെ ഇന്നത്തെ നിലയിലാക്കിയതാര്? അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തെ സ്വാധീനിച്ച ആശയാദർശങ്ങൾ എന്തായിരുന്നു? അതായത് രാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യത്തിൻ്റെ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ശങ്കര സിദ്ധാന്തങ്ങളെ പഠിച്ചു, അത് കാലോചിതമാക്കി. ഒരു ദാർശനികമായ അടിത്തറയുണ്ട്. ഇന്ന് കാണുന്ന ഈ അദ്വൈതികളെ എന്ന് പറയുന്നവർക്ക് അവർക്ക് എന്തെങ്കിലും ദാർശനിക അടിത്തറയുണ്ടോ? എങ്കിൽ ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നതെന്നൊരു ഒരു പഠനം നടത്തിയാൽ കമ്പാരിസൺ ആൻഡ് അനാലിസിസ് ആർ ദ 2 ടൂൾസ് ഓഫ് ക്രിറ്റിസിസം എന്ന് പറയും. ശരിയാണ്. അപ്പം ഇവിടെ നമ്മൾ ആഗമാനന്ദ സ്വാമിയെ പോലെ അദ്ദേഹത്തിന് ആദ്യകാലത്തെ ഒരു ആകർഷണ കേന്ദ്രമായ ബ്രഹ്മാനന്ദ ശിവയോഗി, അക്കാലത്തുണ്ടായിരുന്ന വാഗ്ഭടാനന്ദ സ്വാമി, പിന്നെ നാരായണ ഗുരുദേവൻ്റെയും ചട്ടമ്പിസ്വാമികളുടെ പ്രശിക്ഷന്മാർ, ഗൃഹസ്ഥന്മാരും. അതെ, അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, അപ്പം ഈ വരുന്ന 30-ാം തീയതി ഓഗസ്റ്റ് 30-ന് കാലടിയിൽ ആഗമാനന്ദ ജയന്തി ആഘോഷം നടക്കുന്നുണ്ട്. ഞാനാണ് മുഖ്യപ്രഭാഷണം. ഇത് എനിക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ്, ഒരു വലിയ ഭാഗ്യം, ഒരു അനുഗ്രഹം. ആഗമാനന്ദ സ്വാമിയെക്കുറിച്ച് അനുസ്മരിക്കുക. എന്നെ ഇപ്പോൾ വിളിക്കാൻ കാരണം
നേരത്തെ അദ്ദേഹം ശ്രീശങ്കര കോളേജ് സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ കാലടിയിൽ. എന്തെല്ലാം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളാണ് അദ്ദേഹം സഹിച്ചത്. ഒടുവിൽ അദ്ദേഹം വിഭാവനം ചെയ്ത പോലെയൊന്നുമല്ല ആ കോളേജ് പോയത്. ഒടുവിൽ കൈമാറി. പിന്നെ അദ്ദേഹത്തിനൊരു വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു, ഒരു സംസ്കൃത സർവകലാശാല. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചപ്പോഴാണ് ഡോക്ടർ PK നാരായണപിള്ള, തിരുവനന്തപുരത്തെ വലിയ സംസ്കൃത പണ്ഡിതൻ ആയിട്ടുള്ള ആള്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ സർക്കാർ ഈ സംസ്കൃത സർവകലാശാല എവിടെ സ്ഥാപിക്കണം, അതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്നുള്ളൊരു കമ്മിറ്റി രൂപീകരിച്ചു PK നാരായണപിള്ളയുടെ നേതൃത്വത്തിൽ. അപ്പോൾ അദ്ദേഹം ആ കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരാളാണ്, ഒരു സംസ്കൃത പണ്ഡിതനാണ്. പറഞ്ഞു കേരളത്തിൽ സംസ്കൃത സർവകലാശാലയുടെ ആവശ്യമേ ഇല്ല എന്ന് എഴുതി കൊടുത്തു. ഒരു സംസ്കൃത പണ്ഡിതൻ തന്നെ. അയാൾ പിന്നീട് സംസ്കൃത സർവകലാശാലയുടെ ഡീനായി തീരുന്നുണ്ട്. അതങ്ങനെയാണല്ലോ. ഒന്ന് ആലോചിച്ചു നോക്കണം. അപ്പോൾ ആധുനിക കാലടിയുടെ ഉപജ്ഞാതാവായ ആഗമാനന്ദ സ്വാമികൾ, അദ്ദേഹം വിഭാവനം ചെയ്ത പോലെയാണോ ഇപ്പോൾ ഈ കാലടിയും അവിടുത്തെ പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നത്? വലിയ വ്യത്യാസം. ഇപ്പോൾ പലരുടെ പേരും പറഞ്ഞു താങ്കൾ. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്ന ആൾക്കാർ, അതിൽ മറന്നു പോകുന്ന ഒരാൾ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. KG ബാലകൃഷ്ണൻ്റെ അച്ഛൻ മാർക്കോസ് എന്നുള്ള പേരിൽ മതം മാറിയ ആളാണ്. അത് ശരി. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നത് ആഗമാനന്ദ സ്വാമിയാണ്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ KG ബാലകൃഷ്ണൻ ആദ്യത്തെ അധസ്ഥിത ജനവിഭാഗത്തിൽ നിന്ന് വരുന്ന ചീഫ് ജസ്റ്റിസ് ആകുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, അവിടെ ഹരിജന ഗിരിജന ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നുണ്ടായ ഒരു അവർണ ബാലൻ അയ്യപ്പൻ ആദ്യത്തെ IAS ഉദ്യോഗസ്ഥനാണ്. അത് പറയുമ്പോൾ പലർക്കും വിഷമമുണ്ടാവും, പക്ഷെ പറയാതിരിക്കാൻ, ദളിത് വിഭാഗത്തിൽ നിന്ന് വരുന്ന ആദ്യത്തെ IAS ഉദ്യോഗസ്ഥനാണ്. പിന്നീട് ഇപ്പോൾ രാമകൃഷ്ണ മിഷനിലുള്ള പല സ്വാമിമാരും ആഗമാനന്ദ സ്വാമിയുടെ പ്രഭാഷണം, ഇപ്പോൾ ഗോലോകാനന്ദ സ്വാമി, സ്വപ്രഭാനന്ദ സ്വാമി, അങ്ങനെ പല ആൾക്കാരും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ട് ആകൃഷ്ടരായി ചേർന്ന ആളാണ്. ഗോലോകാനന്ദ സ്വാമിയാണ് എന്നോട് പറഞ്ഞത്, ഈ IAS ഉദ്യോഗസ്ഥൻ കോഴിക്കോട് ജോലിയിൽ ആയിരിക്കുമ്പോൾ ആഗമാനന്ദ സ്വാമി ആ സ്ഥലത്ത് പണപ്പിരിവിനും സത്സംഗവും പ്രഭാഷണമായിട്ട് നടക്കുമ്പോൾ അവിടെ ചെന്ന് ഇദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം കാണാൻ നേരില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുമുണ്ട്. അപ്പം സ്നേഹാർദ്ദമായ സഹാനുഭൂതി നമുക്ക് ഉണ്ടാവണം, സന്യാസിമാർക്കുണ്ടാവണം, പുരോഹിതന്മാർക്കുണ്ടാവണം, മറ്റുള്ളവർക്കുണ്ടാവണം. നമുക്കുണ്ടോ? എന്തുകൊണ്ട് നമ്മുടെ സമൂഹം ഇങ്ങനെ ഒരു മഹാത്മാവ് അങ്ങനെ ഒരു വഴി നമുക്ക് കാണിച്ചു തന്നിട്ട് പോലും നമുക്കതൊക്കെ പിന്തുടരാൻ ഇപ്പോൾ അതെ ആദരിക്കേണ്ടവരെ ആദരിച്ച് ആദരണീയരായി തീരാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആ സന്ദർഭത്തിലാണ് നമ്മളുടെയൊക്കെ ഈ പ്രവർത്തനങ്ങൾ. നമ്മളിതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? ഇത്ര മാതൃകാപരമായ ജീവിതം നയിച്ചവരുണ്ട്. രാമകൃഷ്ണ മഠത്തിലെ സന്യാസിമാർ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ എന്താണെന്ന് തോന്നുന്നു, നമുക്ക് രംഗനാഥാനന്ദ സ്വാമി മുതൽ സിദ്ധിനാഥാനന്ദ സ്വാമി വരെയുള്ള മഹത്തായ കൂപ്പുകൈകളോടുകൂടി സ്മരിക്കേണ്ട നാമങ്ങളാണ്. അതില് കേരളത്തെ സംബന്ധിച്ച പ്രഥമ ഗണനീയൻ ശ്രീമദ് ആഗമാനന്ദ സ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം. എന്നാൽ ആ പാണ്ഡിത്യം മാത്രമല്ല, വേറൊരു ഇൻസിഡൻറ്റ് നോക്കിയാൽ, ഇന്ന് നമ്മുടെ വൈക്കം സത്യാഗ്രഹ സമയത്ത് കേളപ്പനുണ്ട്, KP കേശവമേനുണ്ട്, അങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കുന്ന സന്ദർഭമുണ്ട്. കാരണം ഗാന്ധിജി ഇണ്ടന്തുരുത്തി നമ്പ്യാതിരിയുടെ അവിടെ വന്നപ്പോൾ ഗാന്ധിജി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഐത്തം തുടങ്ങിയ അനാചാരങ്ങൾ ഹിന്ദുമതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇണ്ടന്തുരുത്തി നമ്പ്യാതിരി ഒരു പുസ്തകം എടുത്ത് വെച്ചു, ശാങ്കരസ്മൃതി എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. സാക്ഷാൽ ശങ്കരാചാര്യസ്വാമിയാണ് ഇതെല്ലാം 64 അനാചാരങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ
ഗാന്ധിജി തന്നെ മിണ്ടാതിരുന്നു. ശങ്കരാചാര്യോടുള്ള ബഹുമാനം, അതായത് വൈശ്യനായ ഗാന്ധിജിയെ ഇല്ലത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഗാന്ധിജിക്ക് വേണ്ടി ആയിട്ടൊരു പന്തലിട്ടു. ഇതാണ് അല്ല. അപ്പം ആ സന്ദർഭത്തിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ സംസ്കൃതത്തിൽ ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞു, മദുരാശി പ്രവിശ്യയിൽ തന്നെ ഒന്നാം ക്ലാസ്സോടെ ഒന്നാം റാങ്ക് വാങ്ങിയതാണ്. ഞാൻ പറയുന്നു ശങ്കരസ്മൃതി ശങ്കരവിരചിതമല്ല, ഏതൊരു നമ്പൂതിരി എഴുതിയിട്ടുള്ളതാണ്. അതിനെന്ത് തെളിവ്? ഇണ്ടന്തുരുത്തി നമ്പ്യാരിയും ഒക്കെ പറഞ്ഞപ്പോൾ ഗാന്ധിജിയും ആ പക്ഷക്കാരനായി. ഒടുവിൽ അവിടെ ഒരു തീരുമാനം എടുത്തു, ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ നേതൃത്വം കൊടുക്കുന്ന മദൻ മോഹൻ മാളവ്യയ്ക്ക് അയച്ചു കൊടുക്കാം. മദൻ മോഹൻ മാളവ്യ ഈ പണ്ഡിതന്മാരൊക്കെ വിളിച്ച് ഇത് ശങ്കര വിരചിതമാണോ എന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ശങ്കരാചാര്യസ്വാമികളുടെ കൃതികളുടെ ഭാഷയോ ശൈലിയോ ഒന്നുമില്ല. അങ്ങനെയാണ് ഇത് ചോദ്യം ചെയ്യപ്പെട്ടത്. അയിത്തം തുടങ്ങിയ അനാചാരങ്ങൾ ഹിന്ദുമതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇന്ന് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചരിത്രത്തിലോ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ചരിത്രത്തിലോ ആഗമാനന്ദ സ്വാമികളുടെ സംഭാവന എന്തെങ്കിലും സ്മരിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് ഇത് അന്ന് വന്ന് ഇത് ശങ്കര വിരചിതമല്ല എന്ന് പറഞ്ഞ അവിടെ ബോധിപ്പിച്ച ആ യുവാവ് കൃഷ്ണൻ നമ്പ്യാതിരിയാണ് ആഗമാനന്ദ സ്വാമി. ഇത് പിന്നീട് ഇവിടെ തിരുവിതാംകൂർ ഇതിൽ സർ സി പി രാമസ്വാമിയുടെ ഒരു കോട്ടിങ്സ് ഉണ്ട് ആർക്കൈവ്സിൽ. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് നിശബ്ദമായി പ്രവർത്തിച്ചവരിൽ ആവോൺ, രാമകൃഷ്ണ സംഘാംഗങ്ങളായ ആവോൺ, ഞാൻ അന്വേഷിച്ചപ്പോൾ എ ആഗമാനന്ദ, വി വാഗീശ്വരാനന്ദ, ഒ ഓജസാനന്ദ, എൻ നിരഞ്ജനാനന്ദ. പിന്നെ 4 സന്യാസിമാർ രാമകൃഷ്ണ പരമ്പരയിൽ നിന്നും. ഇവരുടെ ജീവചരിത്രം ആണ് ശ്രീരാമകൃഷ്ണ സംഘ സന്യാസിമാർ മാതൃഭൂമി ബുക്ക് പ്രസിദ്ധീകരിച്ചതാണ്. അങ്ങനെയുള്ള ഞാൻ രാമകൃഷ്ണ മഠത്തിനും മിഷനും എങ്ങനെയാണ് അനഭിമതനാകുന്നത്? താങ്കളൊന്ന് ആലോചിക്കണം. അവിടെയാണ് പ്രധാനപ്പെട്ട സ്വാമി വിവേകാനന്ദൻ വന്നതാണല്ലോ, കേരളത്തിൽ വന്നാണല്ലോ ഇതിനെല്ലാം. ഇത് അദ്ദേഹം മറ്റേ സുന്ദരരാമയ്യരുടെ വീട്ടിലാണോ താമസിച്ചത് അതോ സുന്ദരംപിള്ളയുടെ വീട്ടിലാണോ താമസിച്ചത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം നിങ്ങളല്ലെങ്കിലും നിർമ്മലാനന്ദ പക്ഷക്കാരനാണ്, ഞാൻ ഔദ്യോഗിക പക്ഷക്കാരനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ പറയുന്ന ആൾക്കാരും ആഗമാനന്ദ സ്വാമികളുടെ ശിഷ്യന്മാരാണെന്നാണ് പറയുന്നത്. നേരെ മറിച്ച് പി ഗോവിന്ദപിള്ള, പി ജി എന്ന് പറയുന്ന അദ്ദേഹത്തിനും ഈ മാർക്സിസത്തിൻ്റെയൊക്കെ അടിമയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം ആ കെട്ടുപാടുകളെ പൊട്ടിച്ചു കളയാൻ അദ്ദേഹം പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യം കേരളത്തിൽ കണ്ട് എന്നെ നേരിട്ട് വിളിക്കുകയും പിന്നെ അവസാന കാലത്ത് 2-3 പരിപാടികളിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ സുഹൃത്തായ രാജീവ് ഇരിഞ്ഞാലക്കുട, അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിനോടൊക്കെ ചോദിക്കും, അങ്ങയുടെ സുഹൃത്താണെന്ന് പറയുന്നതിൽ വലിയ അഭിമാനം, അങ്ങ് തന്നെ പറയുന്നതിൽ അഭിമാനം. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, നിങ്ങൾ ആഗമാനന്ദ സ്വാമികളുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതിലാണ് നിങ്ങൾ എൻ്റെ സുഹൃത്താകുന്നത്. ഗുരുവിനോടുള്ള ഇതൊക്കെ നമ്മൾ ഈ ചരിത്രത്തിൽ അജ്ഞാതമായി കിടക്കുന്ന ചില കാര്യങ്ങൾ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരം മഹാപുരുഷന്മാരുമായിട്ടുള്ള സമ്പർക്കം, അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, അത് അന്ത്യകാലത്താണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ആഗമാനന്ദ സ്വാമികൾ എന്ന് പറയുന്ന കൃഷ്ണൻ നമ്പ്യാതിരി പൂർവാശ്രമത്തിലെ അദ്ദേഹം 1896 ഓഗസ്റ്റ് 27 ജനിച്ചു. താൻ സ്ഥാപിച്ച കാലടിയിലെ ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമത്തിൻ്റെ 25ാം വാർഷികത്തിന് രജത ജയന്തിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേരളവും ഇന്ത്യയുടെ പല ഭാഗത്തും നടന്ന് അക്കാലത്ത് ശ്രീശങ്കര ജയന്തി ആഘോഷം കാലടിയിൽ വളരെ
അന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു കാലമല്ല. NV കൃഷ്ണവാര്യർ അവിടുത്തെ സ്കൂളിലെ അധ്യാപകനായിരുന്നു, ബ്രഹ്മാനന്ദോദയം സ്കൂളിലെ. ഡോക്ടർ MS വല്യത്താനെ പോലെയുള്ള ആൾക്കാർ, അദ്ദേഹം വിദ്യാർത്ഥിയൊന്നും ആയിരുന്നില്ല, കൂടെ സന്ദർശിക്കുമായിരുന്നു. അപ്പം ഈ രജത ജയന്തിക്ക് വേണ്ടി നാട് മുഴുവനും, കാര്യം അന്ന് ആഗമാനന്ദ സ്വാമികളുടെ കാലടി ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ആധ്യാത്മിക സാംസ്കാരിക കേന്ദ്രമായിരുന്നു. AT കോവൂര് സഭ പുറന്തള്ളിയ AT കോവൂര് അങ്ങോട്ട് ആദ്യം വരുന്നത് ആഗമാനന്ദ സ്വാമിയുടെ ആശ്രമത്തിലാണ്. പറഞ്ഞു, എന്നെ സഭ പുറത്താക്കി, ഞാൻ യുക്തിവാദി ആയതുകൊണ്ട് എനിക്ക് ഇംഗർസോളിൻ്റെ പുസ്തകങ്ങൾ വായിക്കണം എന്നുണ്ട്, അത് ഇവിടുത്തെ ലൈബ്രറിയിലുണ്ട് എന്ന് കേട്ടു, എനിക്കത് വായിക്കണം. അതിനെന്താ, നിങ്ങളിവിടെ താമസിച്ച് വായിക്കൂ, നിങ്ങൾ യുക്തിവാദിയാണോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, നിങ്ങൾക്ക് വായിക്കണമോ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. സാധുശീലൻ പരമേശ്വരൻ പിള്ളയുടെ ഒരു അനുഭവമുണ്ട്. അദ്ദേഹം കേസരിയുടെ പത്രാധിപർ ആയി ചുമതലയേറ്റെടുത്ത സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരെ പോകണം. എറണാകുളത്തോ അവിടെ എത്തിയപ്പോൾ ബസ് ബ്രേക്ക് ഡൗൺ എന്തോ ആയി, പോവാൻ നേരമില്ല, പോവാൻ വേറൊരു വഴിയില്ല. പെട്ടെന്ന് മനസ്സിൽ വന്ന ആ കാലടിയിലുണ്ടല്ലോ ആഗമാനന്ദ സ്വാമിയുടെ ആശ്രമം, ആ പാതിരാവിലെ നടന്ന് അവിടെ എത്തിയപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞു. അപ്പോൾ സ്വാമി അപ്പോഴും എഴുത്തും വായനയായിട്ട് ഇരിക്കുക. അപ്പോൾ സ്വാമി ചോദിച്ചു, എന്താ ഈ നേരത്ത്? അപ്പോൾ പറഞ്ഞു, വേറെ ഒരു സ്ഥലവും ഇല്ല സ്വാമി, ഒരു ഹിന്ദുധർമ്മ പ്രചാരകന് വേറൊരു സ്ഥലവുമില്ല, ഇവിടെ വന്നു. വരണം കുറേ ശകാരിച്ചു ആദ്യം. ഞങ്ങൾ ഈ സന്യാസിമാർക്ക് ഉറങ്ങണ്ടേ, ഞാൻ ഉറങ്ങിക്കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഉടനെ അദ്ദേഹം അന്നദാന ശാലയിലേക്ക് കൊണ്ടുപോയി നോക്കുമ്പോൾ ഒന്നുമില്ല അവിടെ, കഞ്ഞിയൊക്കെ കുറച്ചാൽ നോക്കിയപ്പോൾ അരി കുറച്ചുണ്ട്, അതെടുത്ത് വേവിച്ച് ഉണ്ടാക്കി കൊടുത്തു. അദ്ദേഹം ഇരുന്ന് കുടിച്ചു, ഞാനും ഇന്ന് കഴിച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ചു നോക്കണം. വീണ്ടും ഞാൻ പറയുകയാണ്, കേരള നവോത്ഥാനത്തിന് അടിത്തറ പാകിയ, പിന്നെ വലിയ പ്രസ്ഥാനങ്ങളുടെ കേരളത്തിൽ അടിത്തറ പാകിയ ആൾക്കാർ കടന്നുപോയ കനൽ വഴികൾ. അതെ. അപ്പം ഈ കനൽ വഴികളെ എന്താണെന്ന് നമ്മളും അന്വേഷിക്കുന്നതിൻ്റെ ഒരു അഭിമാനം നമുക്കുണ്ട്. നിങ്ങളാരാണ് ഇതൊക്കെ പറയാനെന്ന് ചോദിച്ചാൽ നമുക്കും പറയാൻ അവകാശമുണ്ട്. അവിടെയാണ് എന്തുകൊണ്ട് പല പ്രസ്ഥാനങ്ങളുടെയും അതിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സന്യാസം ജ്ഞാനവൈരാഗ്യ ലക്ഷണം. ഇതാണ് പോയിൻ്റ്. നമ്മൾ ഇത്രയും സംസാരിക്കുന്നതിൻ്റെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ജ്ഞാനവും വൈരാഗ്യവും സന്യാസ ലക്ഷണമായി പ്രവർത്തിച്ച അനേകായിരങ്ങൾ ശങ്കരാചാര്യരുടെ കാലത്തും അതിനു മുമ്പ് തൊട്ടേ ഇവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ മാഹാത്മ്യത്തിൽ അഭിമാനിക്കാൻ നമുക്കും അവകാശമുണ്ട്. ഈ ആഗമാനന്ദ സ്വാമികളുടെ ഇപ്പോൾ 1896 ജനിച്ചെങ്കിൽ അദ്ദേഹത്തിൻ്റെ 133 വാർഷികം എന്തോ ആണ് വരുന്നത്. 130 വാർഷികം 2026 ആവുമ്പോൾ 130. അതെ. ആ വാർഷിക ദിനത്തിൽ അദ്ദേഹം 1961 സമാധിയാവുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 10-65 വർഷം കഴിഞ്ഞുല്ലോ. ആ സന്ദർഭത്തിലാണ് നമ്മൾ ആഗമാനന്ദ സ്വാമികളെ പോലെയുള്ള ഒരു മഹാത്മാവിൻ്റെ കേവലം ഒരു പണ്ഡിതനായിരുന്നില്ല എന്നാണ് ഞാൻ സ്ഥാപിക്കുന്നത്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് പഴയകാലത്തെ ത്യാഗികൾ, അതും രാമകൃഷ്ണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ത്യാഗികൾ, അവർ പണ്ഡിതന്മാരുമായിരുന്നു. ആ പാണ്ഡിത്യം വാക്കുകളിൽ മാത്രമായിരുന്നില്ല, പ്രവർത്തനത്തിൽ. ആഗമാനന്ദ സ്വാമികളെ പോലെ മറ്റൊരു മഹാത്മാവായിരുന്നു തപസ്യാനന്ദ സ്വാമി, തിരുവനന്തപുരത്തുള്ള. അപ്പോൾ അദ്ദേഹം ഈ രാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റല് അതിരാവിലെ എഴുന്നേൽക്കും. ആദ്യം ചെയ്യുന്നത് ഹോസ്പിറ്റലിലെ മറ്റേ അന്നത്തെ കച്ച ടോയ്ലറ്റുകളാണ്, ഇപ്പോഴത്തെ ആധുനിക. അത് കഴുകലായിരുന്നു. അത് കഴിഞ്ഞ് കുളിച്ചു വന്ന് അമ്പലത്തിൽ പൂജ ചെയ്യും. വർക്ക് ഈസ് വർഷിപ്പ്, അതായിരുന്നു അടിസ്ഥാനം.
ആരാധന, കർമ്മമാണ് ആരാധന എന്ന് നമ്മുടെ സമൂഹത്തെ, കേരളീയ സമൂഹത്തെ പഠിപ്പിച്ചു. അതുവരെ സന്യാസം എന്തായിരുന്നു? കർമ്മത്തെ ത്യജിക്കുന്നതാണ് സന്യാസം എന്നാണ് വിചാരിച്ചത്. ഇതങ്ങനെയാണ് സന്യാസം. തീർച്ചയായിട്ടും ആ മഹാത്മാവിനെ ഇങ്ങനെയെങ്കിലും സ്മരിക്കാൻ നമുക്കും ഒരു അവസരം കിട്ടി. അതിൽ വളരെയധികം ഈശ്വരനോട് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഒപ്പം നമ്മുടെ പ്രേക്ഷകർക്കും അദ്ദേഹത്തെക്കുറിച്ച്, ഈ വരും തലമുറകളും ഒക്കെ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം. ഇങ്ങനെയുള്ള മഹാത്മാക്കൾ കേരളത്തിൽ ജീവിച്ചിരുന്നു. ഒരു പക്ഷേ ശങ്കരൻ്റെ ചിന്തകൾക്കും ശങ്കരൻ്റെ ആദർശത്തിനും ഒക്കെ ഒരു കാലടിയിൽ ഒരു പുനർജന്മം കൊടുത്ത മഹാത്മാവ്. അതാണ് അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കേണ്ടത്. സുമധുരവും സുദൃഢവും സുലളിതവുമായി ശങ്കരൻ്റെ ആശയങ്ങളെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത മഹാത്മാവ് എന്ന് വലിയൊരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്, ആഗമാനന്ദ സ്വാമി. കാരണം ശങ്കരൻ നിരന്തരം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ആ ശാങ്കര ദർശനം എത്രത്തോളം മനുഷ്യാഭിമുഖമായിരുന്നു എന്നുള്ളത് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു മഹാത്മാവ്. അത് തീർച്ചയായിട്ടും അത്തരം മഹത്തുക്കളുടെ കാലടികളെ പിന്തുടരേണ്ടത് നമ്മുടെ മലയാളികളുടെ കൂടി ആവശ്യമാണ്. ഈ വർത്തമാന കാലത്ത് ഈ പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയെങ്കിലും അദ്ദേഹത്തെ പോലുള്ളവരെ പരിചയപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. നന്ദി, നമസ്കാരം.